Praise the Lord. Thank you, Sister Google. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പാൻഡർ ഫോർ ദ ലിവിംഗ് വേർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ 66ാമത് മീറ്റിംഗിൽ എനിക്കും ഒരു ഭാഗമാകും. കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവ് ഓരോ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായി അതിശയകരമായ വിധത്തിൽ കാത്തു പരിപാലിക്കുന്ന അവൻ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ടാണല്ലോ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊക്കെയും കർത്താവ് സ്വന്തം കേട്ടു, നമുക്ക് മറുപടി നൽകി തന്നിട്ടുണ്ട്. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാനും വിവിധ വിഷയങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുവാനും കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. അതിനു മുമ്പായിട്ട് പ്രാർത്ഥനയ്ക്ക് ബലമേകുന്ന ഒരു ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായി 26-ന്റെ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ നിന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബെദെപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അത് ദുഃഖിതമായിരിക്കും. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ, എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരം ഏറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, നാഴിക അടുത്തിരിക്കുന്നു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പിൻ, നാം പോകാം. ഈ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് ഈ മത്തായിലും മർക്കോസിലും ലൂക്കോസിലും യേശു ഗെത്സമന തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. യേശുവിന്റെ മുമ്പിൽ അനേകർ കവിണ്ണു വീണിട്ടുണ്ടെങ്കിലും ഇതിന്റെ 26-ന്റെ 39-ാം വാക്യത്തിൽ നാം കാണുന്നു യേശു പിതാവിന്റെ മുമ്പാകെ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുന്നതാണ്. ലൂക്കോസ് 22-ന്റെ 41-ലും നാം കാണുന്നു അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് അവിടെ പറയുന്നു. പ്രാർത്ഥിക്കുന്നതിന് നമുക്കൊരു മാതൃകയാണ് കർത്താവായ യേശു ക്രിസ്തു. ലൂക്കോസ് 21-ന്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 21-ന്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊണ്ട് അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞാൽ ജാഗ്രതയുള്ളവരായിരിക്കും. നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം. ഉറങ്ങുകയാണെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കുകയാണ്. ഇതിനെ കാവൽ നിൽക്കുക എന്നുകൂടി ഒരു അർത്ഥം വരുന്നുണ്ട്. നമ്മളെ കാവൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. രാത്രി കാവൽ നിൽക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണെന്ന് നമുക്ക് അറിയാം. ഒരു അല്പസമയം ഉറങ്ങിയാലും ബോധം കെട്ട് ഉറങ്ങുവാനായിട്ട് പാടില്ല. നമ്മുടെ ഉപബോധ മനസ്സ് എപ്പോഴും ഉണർന്നു തന്നെ ഇരിക്കണം. ഏത് ഭാഗത്തു നിന്നാണ് അക്രമി വരുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് അറിഞ്ഞുകൂടാം. അതുപോലെ വീട്ടിലാണെങ്കിലും നമ്മൾ ചെറിയ കുട്ടികളോ പ്രായമായവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു ചെറിയ അനക്കമോ ഒരു മൂളലോ നമ്മളെ പെട്ടെന്ന് ഉണർത്തും. പകൽ കിടന്നാലും നമ്മൾ ബോധം കെട്ട് ഉറങ്ങാറില്ല. എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്.
കർത്താവിന്റെ വരവിനായി നമ്മൾ ഉണർന്നിരിക്കണം. അറിഞ്ഞില്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. ന്യായവിധി ദിവസത്തിൽ കർത്താവിന് മുമ്പിൽ നിൽപ്പാൻ ശക്തിയുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. ഒരിക്കലായിട്ട് പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് തങ്ങളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ എപ്പഫ്രോസിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. എപ്പഫ്രോസ് ആണ് കൊലോസ്യയിൽ സുവിശേഷം അറിയിച്ചത്. അത് പൗലോസിന്റെ സ്ഥാനത്ത് നിന്നാണ് എപ്പഫ്രോസ് അവിടെ പ്രവർത്തിക്കുന്നത്. കൊലോസ്യർ 4:12 ഇങ്ങനെ വായിക്കുന്നു. കൊലോസ്യർ 4:12 നിങ്ങളിൽ ഒരുത്തനായി യേശുവിന്റെ ദാസനായ എപ്പഫ്രോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. എപ്പഫ്രോസ് ഒരു നല്ല മാതൃകാ സഹഭക്തനായിരുന്നു. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ എപ്പോഴും കൊലോസ്യർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നു. അതിന്റെ കൊലോസ്യർ 1:9 പൗലോസ് കൊലോസ്യക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രാർത്ഥനാ ജീവിതം ആത്മീയത്വത്തിന്റെ ഒരു മാനദണ്ഡമാണ്. പൗലോസ് വിശുദ്ധന്മാർക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ബലമുള്ള ആയുധമാണ് പ്രാർത്ഥന. പൗലോസ് അവർക്ക് വേണ്ടി 4 പ്രത്യേക വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാണത് നമുക്ക് നോക്കാം. 1, ഫലം കായ്ക്കുക. 2, പരിജ്ഞാനത്തിൽ വളരുക. 3, ബലപ്പെടുക. 4, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട കർത്താവിനെ സ്തോത്രം ചെയ്യുക എന്നിവയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഫലം കായ്ക്കുക? നമ്മള് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയും ദൈവസന്നിധി നമ്മൾ ഫലം കായ്ച്ചുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമാണ്. അതുപോലെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരാം. ദിനംപ്രതി വചനം വായിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വചനത്തിൽ പരിജ്ഞാനത്തില് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. ബലപ്പെടണം. അതുപോലെ നമ്മൾ വചനം വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വചനങ്ങൾ മുഖാന്തരം നമ്മൾ ബലപ്പെട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ സ്തോത്രം ചെയ്യണം. നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്ത നമ്മുടെ കർത്താവിന് നമ്മൾ സ്തോത്രം ചെയ്യണം. എന്നാൽ സ്തോത്രം ചെയ്ത് കഴിഞ്ഞ് പൗലോസ് വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രത്യക്ഷമായി പക്ഷപാത പ്രാർത്ഥന ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സഭകളുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് യോജിക്കുന്ന വിധത്തിലായിരിക്കും തന്റെ പ്രാർത്ഥന. എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ആയിരിക്കില്ല പ്രാർത്ഥിക്കുന്നത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ആ 4 കാര്യങ്ങൾ, ആ പ്രത്യേകമായ 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. ഫലം കായ്ക്കുക, പരിജ്ഞാനത്തിൽ വളരുക, ബലപ്പെടുക, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊലോസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയിൽ അയോഗ്യമായത് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരുടെ വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നിവയെ കുറിച്ച് കേട്ട നാൾ മുതൽ അപ്പോസ്തലനായ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. കൊലോസ്യർ 1:29 പൗലോസ് പറയുന്നു, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എപ്പഫ്രോസും പൗലോസും പ്രാർത്ഥനയിൽ പോരാടുന്ന 2 വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ എഫെസ്യർ 6:18 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിക്കും. ഇതിന്റെ മുമ്പുള്ള ഭാഗങ്ങളിൽ ദൈവത്തിന്റെ സർവായുധ വർഗത്തെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ അതിന്റെ ഭാഗമായിട്ടല്ല പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. 10 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് സർവായുധ വർഗം ധരിക്കുന്നതും നേരിടുന്നതും എല്ലാം ആത്മാവിലാണ് എന്നാണ് കാണാം. എന്നാൽ പ്രാർത്ഥന എന്നത് തുടർമാനമായ ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മാവിലായിരിക്കണം.
എന്നാൽ പ്രാർത്ഥനയിൽ ജൽപ്പനം ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനാണ് ജൽപ്പനം എന്ന് പറയുന്നത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു പടയാളി ആയുധവർഗം എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതിനേക്കാൾ ഉപരി പ്രാർത്ഥനയുടെ എല്ലാ നിലകളെയും ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ പരസ്യവും രഹസ്യവുമായ പ്രാർത്ഥനയിലും അപേക്ഷയും പക്ഷപാതങ്ങളും അനുതാപവും താഴ്മയും സ്തോത്രവും നന്ദി കരയറ്റലും എല്ലാം അതില് ഉണ്ടായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആത്മാവിൽ ആയിരിക്കണം. പ്രാർത്ഥന ആത്മീയ താല്പര്യവും ഉണർവും ഏകാഗ്രതയും ആവശ്യമുള്ള ഒന്നാണ്. പ്രാർത്ഥനയിൽ നമ്മൾ പൂർണ്ണ സ്ഥിരത കാണിക്കണം. നിരന്തരം നാം ദൈവസന്നിധിയിൽ ചോദിച്ചും അന്വേഷിച്ചും കൊണ്ടും മുട്ടയും കൊണ്ട് ഇരിക്കണം. നമ്മൾ ലൂക്കോസ് 11:9 നാം ഇങ്ങനെ വായിക്കും. ലൂക്കോസ് 11:9 യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, കുത്തുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഇവിടെ നാം നിരന്തരം ദൈവസന്നിധിയിൽ ചോദിച്ചുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടും മുട്ടയും കൊണ്ടും ഇരിക്കണം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, കുത്തുവിൻ തുറക്കപ്പെടും. നമ്മൾ നമ്മുടെ യാചന സകല വിശുദ്ധന്മാർക്കും വേണ്ടി ചെയ്യേണ്ടതാണ്. നമ്മൾ നമ്മുടെ കൂട്ടുവിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനയാണ് അവർക്ക് ബലമായിട്ടിരിക്കും. അതുപോലെ അവരുടെ പ്രാർത്ഥനയാണ് നമ്മൾക്കും ബലമായിട്ട് ഇരിക്കേണ്ടത്. ആ പ്രാർത്ഥനയുടെ ബലം നമ്മൾക്ക് ആവശ്യമാണ്. അന്യോന്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ്. സകല പ്രാർത്ഥനയാലും എന്ന് പൗലോസ് പറഞ്ഞിരുന്നു. അത് പരസ്യവും രഹസ്യവുമായുള്ള പ്രാർത്ഥനയും അതുപോലെ ഏത് നേരത്തെ പ്രാർത്ഥന, രാവിലെ ആയിട്ട് ഉച്ചയ്ക്ക് ആയിക്കോട്ടെ, വൈകിട്ടായിട്ട് ആയിക്കോട്ടെ, ഇടനേരത്തെ ആയിക്കോട്ടെ, ഏത് പ്രാർത്ഥനയും അതിൽ ഉൾപ്പെടുന്നതാണ്. സകല പ്രാർത്ഥനയാലും എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം യാചനയും ഉൾപ്പെടുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ യാചന ഉൾപ്പെടുമ്പോൾ അത് എളിമയ്ക്കാണ്, അതായത് താഴ്മയ്ക്കാണ് ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ യാചന എല്ലാവർക്കും വേണ്ടി ഉള്ളതായിരിക്കണം. വിശുദ്ധന്മാർ എല്ലാവർക്കും ഈ പോരാട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ യാചിക്കുമ്പോൾ കൂട്ടുവിശ്വാസിയുടെ പ്രാർത്ഥന അവർക്ക് വളരെ ബലം നൽകുന്നതാണ്. സഭാപ്രസംഗി 2-ാം അധ്യായത്തിൽ കാണുന്ന ഇവിടെ ജീവിത സുഖങ്ങളോടുള്ള പോരാട്ടമാണ് പ്രാർത്ഥന എന്നാണ്. അതുപോലെ നമ്മുടെ ഹൃദയങ്ങളെ വെള്ളം പോലെ നമ്മൾ ദൈവസന്നിധിയിൽ പകരേണ്ടത് ആവശ്യമാണ്. വെള്ളം വിശുദ്ധീകരണത്തെ കാണിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് എല്ലാം നമുക്ക് അത് ആവശ്യമായിട്ടിരിക്കുന്നു. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ശുദ്ധീകരണം. അത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോൾ എന്തൊരു ആശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. പിശാചിനോടുള്ള ഒരു പോരാട്ടമാണ് പ്രാർത്ഥന എന്ന് നമുക്ക് കാണാം. വിശുദ്ധ ജീവിതം നയിക്കുന്നതിനോട് ഉള്ള പോരാട്ടമാണ് പ്രാർത്ഥന. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലപ്പോഴും ലോക ഇമ്പങ്ങൾക്ക് വിധേയപ്പെട്ട് പോകാറുണ്ട്. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അതുപോലെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഒക്കെ ദൈവ നാമമഹത്വത്തിനായി ജീവിക്കുവാൻ ഇടയായി തീരണം. ക്രിസ്തീയ ജീവിതം പോരാട്ട ജീവിതമാണ്. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ തരണം ചെയ്യുവാൻ ദൈവകൃപ വളരെ അത്യാവശ്യമാണ്. അതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കാം. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത് എല്ലാവർക്കും ആശ്വാസത്തിന് കാരണമായി തീരുവാൻ ഇടയാകട്ടെ. വിവിധ ആവശ്യങ്ങളിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒരു നിമിഷം അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളുമായി ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വീണ്ടും മത്തായി 26 വരുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ കർത്താവ് ദുഃഖിക്കുന്നതും വ്യാകുലപ്പെടുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി തീർന്നു എന്ന് കാണുന്നുണ്ട്. എന്നാൽ കർത്താവ് പ്രാർത്ഥിച്ചത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്നാണ്. ഇവിടെ കർത്താവ് എത്ര വ്യഥയോടുകൂടിയാണ് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് കാണാം. ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോയെങ്കിലും അവർ ക്ഷീണത്താൽ ഉറങ്ങിയെന്ന് നാം കാണുന്നു. അവരുടെ ശരീരം ബലഹീനമായിരുന്നു നാം കാണുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഏത് തരത്തിലുള്ളതാണ്? പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നവരും മയങ്ങുന്നവരുമായി തീരാറുണ്ടോ? നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പലവിധ ചിന്തകളാൽ അലഞ്ഞു നടക്കാറുണ്ടോ? യേശു പത്രോസിനോട് പറഞ്ഞു, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ഇത് പറഞ്ഞിട്ട് യേശു പിന്നെയും പ്രാർത്ഥിക്കുവാനായിട്ട് പോയി.
അവൻ തന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ തനിയെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പല ഭാഗങ്ങളിലും നാം കാണുന്നുണ്ട് യേശു തനിയെ പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിൽ പോയി, മരുഭൂമിയിൽ പോയി എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. ഇവിടെ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ശിഷ്യന്മാരെ അവിടെ ആക്കിയിട്ട് യേശു തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരുന്നു. രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും യേശു പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. എന്നാൽ മൂന്നാം പ്രാവശ്യവും പോയിട്ട് വന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളു. നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും വലിയ അത്യാവശ്യം വരുമ്പോൾ നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പ്രാർത്ഥന ലഭിച്ചിട്ട് അതിന് മറുപടി ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയാറുണ്ടോ? പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ പോരാടിയിട്ട് മറുപടി ലഭിക്കുമ്പോൾ നാം ദൈവത്തോട് നന്ദിയുള്ളവരായി തീരണം. ദൈവസന്നിധിയിൽ നാം നന്ദി പറയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നാം സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്നുള്ള ഉറപ്പോടുകൂടി വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ പോരാട്ടം നിറഞ്ഞതാണ്. അതിനെ നമ്മൾ പ്രാർത്ഥനയിൽ പോരാടേണ്ടത് ആവശ്യം. ഇങ്ങനെ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.